അവന്റെ ഉത്തരവാദിയും ഞാനാണ്. മനസ്സിലായില്ല? അവന്റെ ഉത്തരവാദി അവനെ സ്വർഗത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഞാനേറ്റു. മുഹമ്മദ് നബി ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയല്ല, റഹ്മത്തുള്ള പഠിച്ചു പറയാണ്, തമാശ പറയല്ല. ചിന്തിക്കണം. അവിടുന്ന് നമ്മൾ പുറകോട്ട് പോയി. നമ്മൾ ഓരോരുത്തരും നമ്മളെ വീട്ടിൽ നല്ല കോഴിയിറച്ചി വാങ്ങി, എന്നിട്ട് നമ്മൾ നന്നാക്കിയിട്ട് മിണുങ്ങി, എന്നിട്ട് നമ്മൾക്ക് ചിക്കൻ കുനിയ ഉണ്ടായി. നമുക്കിപ്പോൾ ലാഭമുള്ള കുറച്ച് ചിക്കൻ കുനിയാണ്. അങ്ങനെയാണ്. ഒരു ചെറിയ സുക്കൂനിന്റെ വ്യത്യാസമുണ്ട്. ഒന്ന് ചിക്കൻ, ഒന്ന് അത്രയേ ഉള്ളൂ. ചെറിയ ഒരു ലമ്മിന്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ. അവിടെ നമ്മളെ ലാഭം ഈ മൽമൂമായ ചിക്കനാണ്. ഒന്ന് മഫ്തൂഹായ ചിക്കൻ അടിച്ചിട്ട് മൽമൂമായ ചിക്കൻ ഉണ്ടായി. നമ്മളെ ലാഭം. നമ്മളിങ്ങനെ മിണുങ്ങുന്നു, നമ്മൾ കുഴലിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ ഇങ്ങനെ വലിക്കുന്നു. അങ്ങനെയാണ് നമ്മളെ കുഴലും നമ്മളെ പൈസയും നമ്മളെ പെട്ടിയും. ഇത് നമ്മൾ വലുപ്പന്തരം പറയാം. എന്നിട്ട് നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ ഒരു പള്ളിൻ്റെ മുന്നിലുള്ള ഒരു ആൾക്ക് 10 റുപ്യ കൊടുത്തതിൻ്റെ പേരിൽ ആളാവുക. അതുകൊണ്ടൊന്നും പടച്ചോനെ കിട്ടുന്ന കരുതണ്ട. അവിടെയൊക്കെ നമുക്ക് നട്ടം പറ്റിയിരിക്കുന്നു. കപട ചൂഷണങ്ങളെ വലിച്ചെറിയണം. അതിനെ മുസ്ലിമീങ്ങൾ തയ്യാറാകണം. നിങ്ങളെല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ എൻ്റെ നഫ്സിനോട് എനിക്കിതെന്നും പ്രസംഗിച്ചോളണം എന്ന് വാശൊന്നുമില്ല. അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. എനിക്ക് ഈ കാര്യം പറയാൻ കഴിയുമ്പോൾ ഞാൻ പറയും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് തരുമ്പോൾ അതിനല്ലാതെ വാശിയൊന്നുമില്ല. നിങ്ങളെല്ലാവരും കുറെ ആളുകളെ സോപ്പിട്ടിട്ട് ഇത് നിലനിർത്തണം എന്ന ഉദ്ദേശമൊന്നും എനിക്കില്ല. എനിക്കിതിൻ്റെ പേരിൽ എൻ്റെ റബ്ബിനെ കാണണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഒരാൾക്കൊരു കഴിവ് അള്ളാഹു നൽകിയ അത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ചെലവാക്കണമല്ലോ. അതിനിഞ്ഞ് വയൽ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, അതിനിഞ്ഞ് പ്രസംഗം എന്ന് പറഞ്ഞാലും വേണ്ടില്ല. അതൊന്നും കണക്കല്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇവിടെ നമ്മൾ പുറകോട്ട് പോയി. നമ്മൾ പറഞ്ഞ ഹദീസ് മറന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും കൂടി ഞാൻ പറയാ. ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ ഈ ലോകത്തെ ഏറ്റവും വലിയ അമലേതാണ്? ഹബീബ് പറഞ്ഞു സുറൂറുൻ. മറന്നോ? എന്തേ പറഞ്ഞു? ഈ ലോകത്തെ ഏറ്റവും വലിയ അമലേതാണ്? ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിലേക്ക് നീ ഇട്ട് കൊടുക്കണ സന്തോഷാണ്. ഒന്നിരിക്കൽ അവന്റെ കടം വീട്ടിൽ, മനസ്സിലായില്ല? ഒന്നിരിക്കൽ അവന്റെ കടം വീട്ടിൽ കൊടുക്കുക. കടത്തരയുണ്ട് 2 വട്ടം ഒരാൾ പറയണ കേട്ടു. നമ്മ പറയാൻ ആ കാര്യം ഞാനും കൂടി പരിഹരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ അയാൾ കട ഉണ്ടാക്കാനായിട്ട് മെനക്കെട്ടാലോ? നിനക്കൊല്ല നഷ്ടമുണ്ടോ? എനിക്ക് പിന്നെ വേണ്ട സ്വർഗം. പൈസ ഉള്ള കാലത്തോളം നീ അത് വീട്ടാനോട് മെനക്കെട്ട്, മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവരൊക്കെ കടം വീട്ടാൻ വാങ്ങാൻ മെനക്കെടൂല. നമുക്കൊല്ല പേടിയുണ്ടോ? അല്ലാഹു തആല വീണ്ടും നൽകിക്കൊണ്ടേ ഇരിക്കുന്നു. പേടിക്കണ്ട, നൽകന്നെ ചെയ്യും. അരീനി ജവാദം മാത ഹുസ്ലൻ ലഅല്ലനി റഹ്മതുരീനാ ഔ ബഖീലം മുഖല്ലദാ. അങ്ങനെയാണ്. മുതൽ കിട്ടും. ഒരു പേടിക്കണ്ട, അങ്ങോട്ട് തരും. അല്ലാഹു തരും. മന്ദല്ലദി യുഖരിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളായിഫുഹു ലഹു എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ളത്? അത് ഇരട്ടിയായി മടക്കിത്തരാം. മനസ്സിലായില്ല? ആരാണ് അള്ളാഹ്ക്ക് കടം കൊടുക്കാനുള്ളത്? അള്ളാഹു ഇരട്ടിയായി മടക്കിത്തരാം. നിങ്ങളെ നോട്ടിരട്ടിപ്പ് സംഘമല്ല ഇത്. നോട്ടിരട്ടിപ്പല്ല. ഇത് ഭൂട്ടാൻ ലോട്ടറി വലിച്ചിട്ട് നേരം വെളുത്തോ സുബഹി നിസ്കരിച്ചാൽ ഉടനെ കെട്ട് ലോട്ടറി എടുത്ത് നോക്കുന്ന പരിപാടിയല്ല ഇത്. ഇത് അല്ലാഹുവിന് കടം കൊടുക്കുകയാണ്. അള്ളാഹ്ക്കുള്ള കടം കൊടുക്കൽ എങ്ങനെ? മുസ്ലിമായ സഹോദരനെ പരമാവധി സഹായിക്കുക. അതിന് നമ്മൾ തയ്യാറാകണം. എന്നിട്ട് നമ്മളെല്ലാരും ഒന്നാന്ന് വെറുതെ പറഞ്ഞ കാര്യമല്ല. അവന് വിശക്കാണ്, എനിക്കും വയറ് നിറഞ്ഞിട്ട് നമ്മളൊക്കെ ഒന്നാണ്. എന്നിട്ട് പെരുന്നാളിന്റെ അന്ന് അങ്ങോട്ടും കഴിച്ചിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നാറ്റുക. മനസ്സിലായി? അതിലൊന്നും അർത്ഥമില്ല. അവനെ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? കപടമായി നമ്മൾ പരസ്പരമുള്ള ഈ ആലിംഗനത്തിനൊന്നും അർത്ഥമില്ല. ഈ ആലിംഗനം നമ്മെ പഠിപ്പിക്കുന്ന അടിസ്ഥാനമുണ്ട്. ആ ആലിംഗനത്തിന് അടിസ്ഥാനമുണ്ട്. ആലിംഗനത്തിന് അടിസ്ഥാനം സുന്നത്താണ്. കൈയൊടുക്കൽ സുന്നത്താ. പക്ഷെ ആദ്യം അവനെ നമ്മൾ നമ്മിലേക്ക് സ്വീകരിക്കണം. മനസ്സിലാവണില്ലേ? അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതാണ് കഅന്നഹും ബുനിയാനും മർസൂസ്. വെള്ളം കൊടുത്തു ഹബീബായ റസൂലുള്ളാഹി
അജ്വദൻ നാസി ബിൽ ഖൈരി ഫീ റമളാന മിനർ റീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ റമളാനിൽ ധർമ്മം കൊടുത്തവനായിരുന്നു മുഹമ്മദ് നബി. സ്വഹീഹുൽ ബുഖാരി. എങ്ങനെ പറഞ്ഞത്? ബുഖാരിന്റെ ഹദീസ് എങ്ങനെ പറഞ്ഞത്? കാന അജ്വദൻ നാസി ബിൽ ഖൈരി, കാണുന്നവർക്ക് മുഴുവനും ധർമ്മം കൊടുക്കുന്നവനായിരുന്നു മുഹമ്മദ് നബി. മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ. പൈസ കൂടിയിട്ടല്ല, കാന മിസ്കീനൻ. മനസ്സിലാവണില്ലല്ലോ പറഞ്ഞത്. പൈസ കൂടിയിട്ടല്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്ക, ഇത് മുതലാളിക്ക് മാത്രമല്ല, എല്ലാ ഉറങ്ങണത്. നിങ്ങൾ എന്താ അത് പറയുമ്പോ എല്ലാവർക്കും ഒരു മടി. ഇത് മുതലാളിക്ക് മാത്രല്ല, എല്ലാവർക്കും പറയാം. കാരണം അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വശുർനി ഫീ സുംറത്തിൽ മസാകീൻ. മിസ്കീനായി ജീവിപ്പിച്ച് മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവനായിരുന്നു ഹബീബായ നബി. മിസ്കീൻ എന്തായിരുന്നു അവിടുത്തെ വീട്ടിന്റെ അവസ്ഥ? الهلال ثم الهلال ثم الهلال شهرين متتابعين وفي أبيات رسول الله صلى الله عليه وسلم ما نستوقد نارا. صحيح البخاري. ഐഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബ റസൂലുള്ളാഹിന്റെ വീട്ടിൽ 2 മാസം ഒന്നും അടുപ്പിൽ തീ പൂട്ടൂല, തീ ഉണ്ടാക്കൂല. അങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? 2 മാസം ഒന്നും തീ ഉണ്ടാക്കൂല. ഫാസ്റ്റ് ഫുഡല്ല. മനസ്സിലാവണില്ല. നിങ്ങൾ വിചാരിക്കും ഫാസ്റ്റ് ഫുഡ് വരുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ തിരൂരിക്കാർ അങ്ങനെയൊക്കെ വിചാരിക്കുക. ഫാസ്റ്റ് ഫുഡിന്റെ കാലാണല്ലോ. ഫാസ്റ്റ് ഫുഡല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ജീവിച്ചിരുന്ന അന്ന്? അപ്പൊ പറഞ്ഞു മാഹിയ ഇല്ലത്തംറുവൽ മാ, കാരൊക്കെ എവിടുന്നെങ്കിലും കിട്ടും, അത് തിന്നും. പച്ചവെള്ളം, ചോലയെന്ന് കൊണ്ടുവന്ന പച്ചവെള്ളമാണ് കുടിച്ചിട്ട് 2 മാസമൊക്കെ ഞങ്ങൾ പാർത്തിരുന്നു എന്ന് ഐഷ ബീബി റളിയല്ലാഹു അൻഹ. ഇമാം ബുഖാരി സ്വഹീഹിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹദീസ് മനസ്സിലായില്ല നിങ്ങൾക്ക്? 2 മാസമൊക്കെ എന്തുമാത്രം ആരെങ്കിലും തരുന്ന കാരക്കയും പിന്നെ ചോലയെന്ന് കിട്ടുന്ന വെള്ളം കുടിച്ച് 2 മാസമൊക്കെ പാർത്തിയിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി. അങ്ങനെയുള്ള വീട്ടുകാരനായിരുന്നു മുഹമ്മദ് നബി. എന്നിട്ടാണ് കാന അജ്വദൻ നാസി ബിൽ ഖൈരി ഫീ റമളാന മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാളും ധർമ്മം കൊടുത്തവനായിരുന്നു മുഹമ്മദ് നബി. കിട്ടിയവർക്കൊക്കെ കൊടുക്കന്നെ. എന്റെ കയ്യിൽ ഒരിക്കൽ ഉഹദ് പർവ്വതത്തിന്റെ അടുത്തൂടെ നടന്നു പോവുകയായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. അബൂദറിനോട് പറഞ്ഞു, അബൂദറെ, ഈ ഉഹദ് മലന്റെ അത്ര സ്വർണം എനിക്ക് കിട്ടിയാലും മാ ഉഹിബ്ബു ഇല്ലാ അൻ നഖൂല ഹക്കദാ വഹക്കദാ ഹക്കദാ വഹക്കദാ വഹക്കദാ, ഇങ്ങനെ കാട്ടലാണ് എനിക്ക് താല്പര്യം. മനസ്സിലായില്ല? ഈ ഉഹദ് പർവ്വതം അത്ര എനിക്കാണ് കിട്ടിയാലും ഞാൻ ഒരു ദിവസം കൊണ്ട് അത് ഇങ്ങനെയും കാട്ടിയിട്ട് തീർക്കും. മനസ്സിലാവണില്ല? ഇങ്ങനെയും കാണിച്ചു പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉറങ്ങണത് മനുഷ്യന്മാരെ? കൂട്ടത്താണ് തീർക്കും. കൂട്ടത്തിൽ ഞാനത് തീർക്കുന്നു. ഹബീബായ നബി. അടിസ്ഥാനപരമായ പ്രശ്നം മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സഹോദര്യമാണ്. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഈ ഒരു സാഹോദര്യവും ഐക്യവും അത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഉമ്മത്ത് തകർന്നു പോകും. അതാണ് നമ്മൾ വളരെ ഗൗനിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ ചിന്തിക്കണം. തൊട്ടടുത്ത സ്വഹാബിക്ക് വെള്ളം കൊടുത്ത് മാതൃക കാട്ടിയ ആളാരാ? കവറൊക്കെ വാങ്ങിക്കോളൂ. എന്റെ മുഖത്തേക്ക് നോക്കി. ആരാണ് തൊട്ടടുത്ത് കിടക്കുന്ന സ്വഹാബിക്ക് വെള്ളം കൊണ്ട് ഇഷാറത്താക്കി വെള്ളം കുടിക്കാതെ മരിച്ചുപോയ സ്വഹാബി ആരാന്നറിയോ നിങ്ങൾക്ക്? ആ സ്വഹാബിയുടെ വാപ്പാന്റെ പേര് കേട്ടാൽ നിങ്ങൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. ആരാണ് അതെന്നറിയോ? ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല നിങ്ങൾക്ക്? അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. വർക്കങ്ങട് പറയും, ഇക്രിമ റളിയല്ലാഹു അൻഹു. ബാപ്പ ഇസ്ലാമിനെതിരെ എന്റെ കഴുത്ത് നീട്ടി മുറിക്കുന്ന ആ ബാപ്പ പറഞ്ഞത് ആര്? അബൂജഹൽ. വെറുതിരിക്കാണല്ലോ അബൂജഹൽ. നേരെ മറിച്ച് ഇക്രിമ അബൂജഹലിന്റെ സ്വന്തം മകന് ഇക്രിമ. നിങ്ങൾ വെള്ളം വരെ കുടിച്ചില്ല, തൊട്ടടുത്ത കൂട്ടുകാരന് വെള്ളം കൊടുത്തു, എനിക്ക് വേണ്ടാന്ന് ആംഗ്യം കാണിച്ച് മരണപ്പെട്ടു പോയി മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഈ ഒരു സഹോദരൻ,
ഈ സൗന്ദര്യം മടക്കിക്കൊണ്ടുവരണം. അതാണ് യദുല്ലാഹി അലൽ ജമാ മൻ ഫാറഖൽ ജമാഅത ശിബ്റൻ ഫഖദ് ഖല റിബ്ഖതൽ ഇസ്ലാമി മിൻ ഉനുഖിഹി. തോന്നിയതുപോലെ ഒരാൾ പാർട്ടികൾ ഉണ്ടാക്കി പുതിയ പുതിയ പാർട്ടികളുടെ പിന്നാലെ പോകാൻ തിരിഞ്ഞാൽ ഫഖദ് ഖലഅ റിബ്ഖതൽ ഇസ്ലാമി മിൻ ഉനുഖിഹി, അവന്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പിടിവള്ളി അവന് പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു എന്ന് ഹബീബായ നബി. ഇനി ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ വളരെ ചിന്തിക്കണം. മുസ്ലിമീങ്ങൾ അതിന്റെ മുഖ്യധാരയിൽ തന്നെ നിലകൊള്ളണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, പണക്കാട് സയ്യിദ് കുടുംബം, ഇതൊക്കെ അടിസ്ഥാനപരമായ ദീനിന്റെ നിറകുടമാകുന്ന നേതൃത്വമാണ്. അവർക്ക് കുറ്റമുണ്ടാക്കുകയല്ല വേണ്ടത്. അതൊക്കെ ഒരു പ്രദേശത്ത് ഒരു ഇസ്ലാമികമായ മഹത്വത്തിന്റെ ഭൂരിപക്ഷം അല്ലാഹു നൽകും. അതാത് കാലഘട്ടങ്ങളിൽ നൽകും. നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മെ നിയന്ത്രിക്കുന്നത് അവരാണ്. അല്ലാഹു തആല നേതൃത്വത്തെ നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തട്ടെ. എല്ലാവരും ആരെങ്കിലും എതിരായി ചിന്തിക്കുന്നവരുണ്ടാവാം. അവരോട് എനിക്കൊരു ദേഷ്യമല്ല കേട്ടോ. ഞാൻ പറയാ, ഏതായാലും ഒരുമയോടെ നിലകൊള്ളണം. ഐക്യവും ഒരുമയും അതിപ്രധാനമാണ്. ഇതിനെല്ലാവരും രംഗത്ത് വരണം. ഇതാണ് ഈ പ്രസംഗത്തിന്റെ മാർജിനായി ഞാൻ നിങ്ങളോട് പറയുന്നത്. യദുല്ലാഹി അലൽ ജമാ, ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ആ ഒരുമ നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കരുത്. അതിൽ ഒരുമ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവിടെ ദീനുണ്ടാവുകയില്ല. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ട് അത് വളരെ ഗൗനിച്ച അതിപ്രധാനപ്പെട്ട ഒരു കാര്യമായി ഓരോരുത്തരും ഗൗനിക്കാൻ തയ്യാറാകണം. പാവപ്പെട്ടവരെ കണക്കിലെടുക്കണം. പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കണം. പാവപ്പെട്ടവർക്ക് വേണ്ടി സേവനം ചെയ്യണം. മഹല്ലുകളിൽ തോറും കെട്ടിക്കാത്ത വിവാഹപ്രായമെത്തിയ അനവധി പെൺകുട്ടികളുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കണം. അതിനൊക്കെ നമുക്ക് കഴിയും. എത്ര പെൺകുട്ടികളാണ് അന്യരെ കൂടെ ഒളിച്ചോടി പോണത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് അതിൽ ഉത്തരവാദിത്തല്ലേ? നമ്മളതൊന്നും ശ്രദ്ധിക്കണ്ടേ? ഹബീബായ റസൂലുള്ളാഹിന്റെ സമുദായം പെണ്ണുങ്ങൾ അന്യരെ കൂടെ പോയാൽ നമ്മൾ അതിന് ഉത്തരവാദിയല്ലേ? നമ്മൾ കൂടിയിരുന്നാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവില്ലേ? അതുകൊണ്ട് മുസ്ലിം സമുദായമേ, മഹല്ലു ജമാഅത്തുകൾ ഉത്തരവാദിത്തം നിർവഹിക്കണം. മഹല്ലു ജമാഅത്ത് എന്താണ് ദീനീ പ്രവർത്തനം എന്ന് ചിന്തിക്കണം. നാട്ടിലെ ജനങ്ങൾ മഹല്ലിനോട് കൂടെ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും വേണം. അത് രണ്ടും പ്രധാനമാണ്. മഹല്ല് എന്ത് ചെയ്യണം? എന്താ മഹല്ലിന്റെ ഉത്തരവാദിത്തം? മഹല്ലിന്റെ അധികാരികളെ ഉത്തരവാദിത്തം പള്ളിയിലെ ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ഇന്ന് ഏകദേശമൊക്കെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. മഹല്ല് ജമാഅത്തിന്റെ അധികാരികൾ വിചാരിക്കുന്നത് ഞങ്ങളെ ഉത്തരവാദിത്തം പള്ളിയിലെ ഹൗദിലെ വെള്ളം നോക്കലാണ്. പള്ളിയിലെ ഹൗദിലെ വെള്ളം നോക്കാൻ ഏത് വേലായുധനും കഴിയുന്ന പണിയാണ്. കാരണം മിക്കവാറും ഹൗദൊക്കെ പള്ളിന്റെ പുറത്താണ്. അകത്തെ പള്ളിയിൽ എവിടെയെങ്കിലും ഹൗദുണ്ടോ? ഒന്ന് സഹകരിക്കും മനുഷ്യന്മാര്. അകത്തെ പള്ളിയിലെ ഹൗദുണ്ടാ? ഹൗദ് പള്ളിന്റെ പുറത്താണ്. അപ്പൊ ഏത് വേലായുധനെ ഏൽപ്പിച്ചാലും എന്ത് നടക്കും? ഏറ്റവും പ്രധാനം നമ്മളുടെ ഈ ഒരുമ നമ്മൾ നിലനിർത്തണം. അത് നിസ്സാരമായ ഒരു കാര്യം. അതിനെന്ത് വേണം? അതിന് ഓരോരുത്തരും ഇത് മഹല്ലൊരു ഉത്തരവാദിത്തം മഹല്ലിനുണ്ടാവണം. മഹല്ലിന്റെ ഉത്തരവാദിത്തം ഹൗദിലെ വെള്ളം നോക്കൽ മാത്രമാകരുത്. ഖാദിയർക്ക് ശമ്പളം കൊടുക്കൽ മാത്രമാകരുത്. മഹല്ല് ജമാഅത്തിന്റെ അധികാരികൾ ഇവിടെ ഉണ്ടാവുമല്ലോ, അവരെ ഉത്തരവാദിത്തം എന്താ? ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. മഹല്ലിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം, മഹല്ലിന്റെ കമ്മിറ്റിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇസ്ലാമിലേക്ക് ആകർഷിക്കുക എന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് വിഷമമില്ലല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ ഖൽബ് കൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഞങ്ങൾ നടപ്പിലാക്കും എന്നുള്ള ഒരു മനസ്സിന്റെ സന്തോഷം കൊണ്ട് ഞാൻ പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രവർത്തനം അതാണ്. അല്ലാഹുവിലേക്ക് ക്ഷണിച്ചതിനേക്കാൾ നല്ലൊരു പ്രവർത്തനം വേറെ, ഉറക്കണ്ട് പറയും, നല്ലൊരു പ്രവർത്തനം വേറെ ഇല്ല. ഏറ്റവും വലിയ പ്രവർത്തനം അന്യ ആളുകൾക്ക് ദീനിനെ പരിചയപ്പെടുത്താൻ, നമ്മളെ കുട്ടികളെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കാം. ഒരു കുട്ടികൾ എപ്പോഴെങ്കിലും ഒരു എന്റർടൈൻമെന്റിന് തൽക്കാലം ഒരു പന്തളി കണ്ടു, അതിലൊന്നും വിരോധമല്ല. കുട്ടികളെ അതൊരു ഏർപ്പാടാക്കി മാറ്റുക. അപ്പം മഹല്ലധികാരികൾ അത് വേണ്ട മക്കളെ എന്ന് പറയാ. ചെയ്യരുത്. നിങ്ങൾ കളിക്കണ്ടവരല്ല, കളി ജീവിതമാക്കിയവരല്ല. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ
കാലം തന്നെയാണ് സത്യം. മനുഷ്യ, നിന്റെ സമയം 4 കാര്യത്തിനല്ലാതെ ചെലവാക്കിയാൽ നീ നഷ്ടക്കാരനാണ്. ഏതാ 4 കാര്യം? ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി തവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 കാര്യത്തിന് വേണ്ടിയല്ലാതെ നിന്റെ സമരം പോകരുത് പൊന്നുമോനെ. കുട്ടികളോട് പണി പറയാ. അതിന്റെ ഉത്തരവാദിത്തം മഹല്ല് കമ്മിറ്റിക്കാണ്. മഹല്ല് കമ്മിറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇത് ചിന്തിക്കണം. ഇതിവിടെ പഴയ കാലത്ത് ഏറ്റെടുത്തിരുന്നു. ഉലമാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ ഉമറാക്കൾ അത് നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് ആ നാട്, ആ കാലഘട്ടം വളരെ ശുദ്ധവും നല്ലതുമായി നീങ്ങിയിരുന്നു. ഇന്ന് ഓരോ മഹല്ലിലും 100 പാർട്ടിയായി. കമ്മിറ്റിയെ അംഗീകരിക്കണ പാർട്ടി, കമ്മിറ്റിയെ അംഗീകരിക്കാത്ത പാർട്ടി, കാളിയേരെ തൃപ്പതിയുള്ള ആള്, തൃപ്പതില്ലാത്ത ആള്, അവന് തോന്നിയതുപോലെ. ഒരുപക്ഷെ അവന്റെ കല്യാണത്തിൽ, അവന്റെ മോളെ കെട്ടിച്ച കല്യാണത്തിലുണ്ടായ എന്തോ പേക്കൂത്ത് കാളിയേരൊന്ന് പ്രസംഗിച്ചിട്ടുണ്ടാവും. അന്നോടുകൂടെ കാളിയേര് വേണ്ട. ചിന്തിക്കും. ഇവിടെ ഈ തൊട്ടടുത്ത ഒരു പ്രദേശത്ത് ഒരു മഹല്ലിൽ ഒരു മകൻ ഒരു വാപ്പ തന്റെ മകനെ പുതിയാപ്പള പറഞ്ഞയച്ചപ്പോൾ അതോടുകൂടെ ബാൻഡ് സെറ്റ് കൊടുത്തയച്ചു. ബാൻഡ് സെറ്റിന് വേണ്ടി പുതിയാപ്പളന്റെ ലോക്യക്കാർ ചാരായം വാങ്ങി വെച്ചു. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ഉറങ്ങാണല്ലോ, നിങ്ങൾക്ക് ഇത് തിരിയില്ല. നിങ്ങൾ സാധുക്കാണല്ലോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ അടുത്ത് ഞാൻ ആ പേര് പറഞ്ഞതിനാ. ഇവിടെ അടുത്ത് തമാശ പറയല്ല. ഒക്കെ ഞാൻ ആ മഹലിൽ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇവിടെ അടുത്ത് അങ്ങനെ പോയാലും ഇവിടെ അടുത്തൊരു മഹല്, അങ്ങനെ പോയാലും ഇവിടെ അടുത്തൊരു മഹല്. ബാൻഡ് സെറ്റ് വാപ്പ അനുവദിച്ചു, ചാരായം പുതിയാപ്പളന്റെ ലോക്യക്കാരും അനുവദിച്ചു. മനസ്സിലായില്ല? അങ്ങനെ ചാരായം അങ്ങനെ മുക്കി കൊടുത്തിട്ട് ബാൻഡ് അങ്ങനെ അടിച്ചിട്ട് പോയി. ഇത് നാട്ടിൽ ഫ്ലാഷായപ്പോ അതിനെതിരിൽ പ്രസംഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പ്രസംഗം നടത്തി. അതോടുകൂടെ ആ കുടുംബം ആ പള്ളിയാണ് ബഹിഷ്കരിച്ചു. മനസ്സിലായില്ല? പഴയ കാലത്തൊക്കെ നിങ്ങൾ പറയും മനുഷ്യന്മാര്, പഴയ കാലത്തൊക്കെ പള്ളി ഇങ്ങോട്ട് ബഹിഷ്കരിക്കല. ഇതോടുകൂടെ കുടുംബം പള്ളി ഇങ്ങോട്ട് ബഹിഷ്കരിച്ചു. എന്താ ചെയ്യാ? എപ്പോഴെങ്കിലും ഇനി അവർ നന്നാവോലോ എന്ന് കരുതി കാത്തിരിക്കുക കമ്മിറ്റി. പഴയ കാലത്ത് കമ്മിറ്റിക്കാർ ഞങ്ങളോടൊന്ന് നന്നായെങ്കിന്നായിരുന്നു ചിന്ത. ഇപ്പം ആ വീട്ടുകാരനെ എങ്ങനെയെങ്കിലും, കാരണം എന്തുകൊണ്ട് അയാൾക്ക് നന്നാവണമെന്നില്ല. 4 മക്കളാണ് കുവൈത്തില്. ഇങ്ങനെ കൊയലിലുള്ളന്ന് പൈസ വലിച്ചെടുത്തിട്ട് അയാളെ ഊര നെട്ടിപ്പോയിട്ടുണ്ട്. അതിന് മാത്രം പൈസ ഉണ്ട്. ഇതാണ് ഇവിടെ അടുത്തൊരു മഹലിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെയൊക്കെ കണിശമായ തീരുമാനമെടുക്കണം. ഇതാണ് ഏറ്റവും വലിയ പ്രവർത്തനം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. മഹല്ല് അസോസിയേഷനുകൾ ഉണ്ടാകണം. മഹല്ല് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണ് മഹല്ല് ഫെഡറേഷൻ. അതിനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവരണം. എല്ലാവരും അവിടെ ഐക്യത്തോടുകൂടെ ചർച്ച ചെയ്യണം കാര്യം. മഹല്ലുകൾ ശക്തിയോടുകൂടെ കാര്യം നടത്തണം. ഇതൊക്കെ കാലഘട്ടത്തിന്റെ ധർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. അതിലാണ് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ വെറുതെ ഉത്തമ സമുദായമല്ല. എല്ലാരും വിളിച്ചോരും, സ്റ്റേജിൽ കയറിയിട്ടാ വിളിച്ചോരുന്ന വാക്കാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടില്ല കേട്ടോ. മുസ്ലിമീങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന വാക്ക് അള്ളാഹു തആല. നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾക്ക് നേരം വയ്ക്കോ? ഈ ഒരായത്തിന് അർത്ഥം പറഞ്ഞൂടെ? മുസ്ലിമീങ്ങൾ നിരുപാധികം ഉത്തമ സമുദായമാണ് എന്ന വാക്ക് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അല്ലാഹ് പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും തടയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഉത്തമ സമുദായമാവുന്നു. മനസ്സിലായില്ല? എങ്ങനെ പറഞ്ഞ നിരുപാധികം നിങ്ങൾ യഹൂദികളെ പോലെ. യഹൂദികൾ പറഞ്ഞു ഞങ്ങൾ അബ്നാഉല്ലാ, ഞങ്ങൾ അള്ളാന്റെ മക്കളാണ്. ആര് പറഞ്ഞു? ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ലൻ തമസ്സനന്നാർ, നരകത്തിന് ഞങ്ങളെ തൊടാൻ പറ്റൂല എന്നാര് പറഞ്ഞു? യഹൂദികൾ പറഞ്ഞു. എന്നതുപോലെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക ജനതയാണ് എന്ന വാക്ക് ആര് പറഞ്ഞിട്ടില്ല? ഇങ്ങോട്ട് പറയും. ആര് പറഞ്ഞിട്ടില്ല? അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി
വതഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും തടയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുന്തും ഖൈറ ഉമ്മ, അപ്പോൾ നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്നാ പറഞ്ഞത്. ഇത് ചിന്തിക്കണം. ഇവിടെ ആ വിഷയം. അപ്പൊ ആ ഉന്നത്യം ദീനാവുന്നു. അത് നിങ്ങൾ കൈക്കരുത്തുള്ള ചെറുപ്പക്കാർ മഹല്ലുകളിൽ രംഗത്ത് വരണം. കമ്മിറ്റികളിൽ നിങ്ങൾ ഉണ്ടാകണം. മഹല്ലുകളിൽ കൈക്കരുത്തുള്ള ചെറുപ്പക്കാർ വലിയവരെ അനുസരിച്ചുകൊണ്ടും നാട്ടിലെ തിന്മകളെ തടഞ്ഞുകൊണ്ടും നിങ്ങൾ രംഗത്ത് വരണം. കച്ചവടക്കാരൊക്കെ എല്ലാവരും കഴിവുള്ളവരെല്ലാം മാറി നിൽക്കരുത്. ഇസ്ലാമിക സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും അതിന്റെ മഹത്വത്തിൽ എല്ലാവരും അണിചേരണം. ഇത് കാലഘട്ടത്തിന്റെ അത്യാവശ്യം. ഒരു 10 ആൾ കൂടിയാൽ ചെയ്യാവുന്ന കാര്യം ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. നോക്കൂ, ഇന്ന ശൈത്താന മഅ വാഹിദിൻ അബ്അദു മിൻ ഇത്നൈനി ഖാല റസൂലുള്ളാഹി. മനസ്സിലായില്ല? ഒരാളൊപ്പം ശൈത്താൻ ഉണ്ടാവും, രണ്ടാളൊപ്പം ഒന്നുകൂടി അകലെ ഇരിക്കുന്ന റസൂലുള്ളാഹി. എങ്ങനെ ഒരാളെ കൂടെ ശൈത്താൻ ഉണ്ടാവും, രണ്ടാളെ കൂടെ ആവുമ്പോ ഒന്നുകൂടി അകലെ ആയിരിക്കും. മനസ്സിലായില്ല? ഒരാളെ ഒറ്റക്ക് ശൈത്താൻ ഉപദ്രവിക്കാൻ കഴിയും, രണ്ടാളുണ്ടെങ്കിൽ ഉപദ്രവിക്കുന്നതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും, 3 ആളുണ്ടെങ്കിൽ ഒന്നും കൂടെ പ്രയാസം ഉണ്ടാവും, 100 ആളുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രയാസം ഉണ്ടാവും. എപ്പോഴും നിങ്ങൾ ഒറ്റക്കെട്ടായി നിലനിന്ന് ശൈത്താനെ എതിർക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായില്ല കുട്ടികളെ? ഇത് ചിന്തിക്കണം. നിങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണം. നിങ്ങൾ ഈ ലയൺസ് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് കൊല്ലം തികയുമ്പോൾ അതിന്റെ പേരിൽ പന്ത് കളിക്കാൻ വേണ്ടി കൂടല്ല നിങ്ങൾ വേണ്ടത്. അതൊക്കെ നിങ്ങൾ പന്തളി എപ്പോഴെങ്കിലും കളിച്ചോളൂ, അതല്ല പ്രശ്നമുള്ളത്. ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ തൊലച്ചില്ല, അതൊക്കെ തെറ്റല്ല കുട്ടികളെ. അള്ളാഹു ചോദിക്കൂല ഇതിന്റെ പേരിൽ. എത്ര ഉറുപ്പ്യ ഇതിന്റെ പേരിലൊക്കെ തൊലച്ച് കളഞ്ഞത് ഇല്ലേ? ഏത് കാര്യത്തിനും ഒരു ചോദ്യ, ധനത്തിന് ഏത് കാര്യത്തിനും ഒരു ചോദ്യ, ധനത്തിന് ഉറങ്ങാണല്ലോ റബ്ബേ. ഏത് കാര്യത്തിനും ഒരു ചോദ്യ, ധനത്തിന് മനസ്സിലായില്ല? എവിടുന്നാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കും, എന്തിനാണ് ചെലവാക്കിയെന്ന് ചോദിക്കും. അതാണ് മറുപടി പറയാതെ രണ്ട് കാല് മാറ്റാൻ അല്ലാഹു സമ്മതിക്കൂലാന്ന് ഹബീബായ നബി. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഞാൻ അവസാനിപ്പിക്കാണ്. മറ്റന്നാ തൗബ, പാപികളുടെ തീർത്ഥയാത്ര ആണല്ലോ നമുക്ക് വിഷയം. തിന്മകൾ, തെറ്റുകൾ, അതിനുള്ള പരിഹാരങ്ങളൊക്കെ മറ്റന്നാ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇന്ന് ഞങ്ങളോട് പറയുന്നുണ്ട്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോടുകൂടെ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ബഹുമാനപ്പെട്ട സമസ്തയുടെ ആശയാദർശങ്ങൾ മഹല്ലുകളിൽ പ്രചരിപ്പിക്കുകയും മഹല്ല് കമ്മിറ്റി തന്നെ വെറുതെ ആളാകാൻ നടക്കുന്നതിന് പകരം നാട്ടിൽ എവിടെയാണോ ദീനിനോടവുള്ളത് അതിന് പരിഹാരം ഉണ്ടാക്കുകയും വേണം. എവിടെയെങ്കിലും പെൺകുട്ടികളെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെ കെട്ടിക്കാറുണ്ടോ, അതിന് പരിഹാരം ഉണ്ടാക്കണം. ആ കുട്ടിയെ ഏതോ ഒരു ബസ് കണ്ടക്ടർ കൊണ്ടുപോയി 4 ആഴ്ച കഴിഞ്ഞിട്ട് കേൾക്കുന്നതിന് പകരം നമ്മളതിന് പരിഹാരം ഉണ്ടാക്കണം. ഇതല്ലേ ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞത്? ഈ ലോകത്തെ ഏറ്റവും വലിയ ആവശ്യം ഒരു മുസ്ലിമായ മനുഷ്യനെ, ഒരു മുസ്ലിമത്തായ പെണ്ണിനെ സന്തോഷിപ്പിക്കലാണ് അല്ലാഹുവിന്റെ താല്പര്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മഹല്ല് നടത്തണം. രണ്ടാമതായി അവിടെയുള്ള ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങളെയും ചെറുപ്പക്കാരെ കൂത്താട്ടങ്ങളെയും പ്രതിരോധിക്കുകയും ചെറുപ്പക്കാരെ നന്മയുടെ വഴിയിലേക്ക് മടക്കിക്കൊണ്ട് വരികയും വേണം. ചെറുപ്പക്കാരാകട്ടെ മഹല്ല് നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുകയും മഹല്ലിനെ ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ട് കൊണ്ടുവരികയും വേണം. ഇതൊക്കെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരം വളരെ വൈകിപ്പോയി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ 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 റബ്ബേ റഹ്മാനെ പടച്ചോനെ തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ റഹ്മാനെ തമ്പുരാനെ, ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ അമലിനെ, ഈ പ്രവർത്തനത്തെ, ഈ വഅളിനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പറഞ്ഞവനിൽ നിന്നും കേട്ടവരിൽ നിന്നും സ്വീകരിക്കണമേ തമ്പുരാനെ. ഇത് ഞങ്ങൾക്ക് മോക്ഷമാക്കണമേ റബ്ബേ. ഞങ്ങളെ വാക്ക് ഞങ്ങളെ നാവിൽ മാത്രം ഒതുങ്ങരുതേ തമ്പുരാനെ, ഖൽബിലേക്ക് ഇറക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ ഞങ്ങളുടെ നാഥ, അല്ലാഹുവേ ഞങ്ങളെ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് തരണമേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ തമ്പുരാനെ. മാട്ടക്കാരനായ കള്ളനായ ശൈത്താൻ ഞങ്ങളെ കട്ടുകൊണ്ടുപോകാൻ വേണ്ടി പല പണിയും എടുക്കുകയാണ്. അവൻ ഞങ്ങളെ കൽബിൽ കടന്ന് ഞങ്ങളെ വിശ്വാസാക്കുകയാണ്. അങ്ങനെയാണ് പലരും പല സംഗതികളിലും ചേക്കേറിയിട്ട് അടിസ്ഥാനമായ ദീനീ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു പോയത്. അല്ലാഹുവേ അവരെയൊക്കെ അടിസ്ഥാനമായ സത്യത്തിലേക്ക് മടങ്ങി കൊണ്ടുവരണമേ തമ്പുരാനെ.
ബഹുമാനപ്പെട്ട ബാഫക്ക തങ്ങളുടെ കാലം മുതൽ, വരക്കൽ ബാലവി മുലക്കായ തങ്ങളുടെ കാലം മുതൽ, മഖ്ദൂം തങ്ങളുടെ കാലം മുതൽ ഇക്കാലം വരെ ദീനിൽ ഒരു ഒറ്റക്കെട്ടായ നടപടി കേരളത്തിലുണ്ട്. അതിവിടെ നിലനിർത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, അതിന്റെ അവസാനത്തെ ആളുകൾ ഞങ്ങളാകരുതേ തമ്പുരാനെ. അതിവിടെ നിലനിൽക്കണമേ തമ്പുരാനെ. ഞങ്ങളെക്കാൾ നല്ല പിൻഗാമികൾ ഉണ്ടാകണമേ തമ്പുരാനെ. ഞങ്ങളെക്കാൾ ഉഷാറുള്ളവരുണ്ടാകണമേ റബ്ബേ. അവരെ കണ്ണ് കുളിർക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഈ പ്രവർത്തനത്തിനും പ്രാർത്ഥനക്കും പഠിച്ചോനെ, ഈ ഇരിക്കണ കുട്ടികളൊക്കെ നാളെ ഇതിനേക്കാളും വലിയ പ്രവർത്തനം ചെയ്യണമേ തമ്പുരാൻ. അവരിതിൽ ആവേശഭരിതരാകണമേ തമ്പുരാൻ. ആ ആവേശം നൈമിഷികമാകാതെ നിലനിർത്തണമേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളെ പ്രസ്ഥാനങ്ങളെ, ഇസ്ലാമിനെ ഒരുമിപ്പിക്കുന്ന, ഒന്നിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനത്തെ നിലനിർത്തണമേ തമ്പുരാനെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും പണക്കാട് സയ്യിദ് കുടുംബത്തിന്റെ നേതൃത്വവും അതൊക്കെ ഇവിടെ അടിസ്ഥാനപരമായി നിലനിർത്തണമേ തമ്പുരാനെ. ആ ഐക്യവും ചന്തവും ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തിന് ഇടപെടാനുള്ള കർമ്മശേഷിയും നേതൃത്വത്തിന് കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളെ നേതൃത്വങ്ങളെ സാലിഹ്യങ്ങളാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നേതൃത്വത്തെ സാലിഹ്യങ്ങളാക്കണമേ റബ്ബേ. ഞങ്ങളെ ആലിമീങ്ങളെ നല്ലോരാക്കണമേ റബ്ബേ. ഞങ്ങൾ നേതാക്കളെയും നല്ലോരാക്കണമേ റബ്ബേ. ഞങ്ങളെ മക്കളെയും സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങളെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണമേ റബ്ബേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നിന്റെ ഫിർദൗസ് തുറന്നു തരണമേ തമ്പുരാനെ. പഠിച്ചോനെ, മരിക്കണ കാര്യം ആലോചിച്ചിട്ട് പേടിയാവുക. പഠിച്ചോനെ, ഖബർ ഞങ്ങൾക്ക് ശിക്ഷയാകരുതേ തമ്പുരാനെ. നരകം ഉണ്ടാകരുതേ പഠിച്ചോനെ. എന്നാൽ അതിന് മാത്രം ഞങ്ങളോട്ട് ചെയ്തിട്ടുമില്ല. ഞങ്ങളൊക്കെ വളരെ മോശമാണ്. നിനക്ക് ഞങ്ങളെ കാര്യം അറിയാലോ അല്ലാഹുവേ. നീ ഞങ്ങളെ ഖാലിഖാണ്, ഞങ്ങളെ റാസിഖാണ്. പക്ഷെ നിന്റെ അഫൂ ഖുർആനിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. നിന്റെ പൊറുക്കലിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. നീ ഞങ്ങൾക്ക് പുറത്തേരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. നിന്റെ ഇബാദാണല്ലോ. നീ ഞങ്ങളെ തട്ടൂരാന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നീ ഞങ്ങളെ തട്ടരുതേ തമ്പുരാൻ, കളയരുതേ തമ്പുരാൻ, ഒഴിവാക്കരുതേ തമ്പുരാൻ, വലിച്ചെറിയരുതേ തമ്പുരാൻ. നരകം തൊടാതെ തന്നെ സ്വർഗം തരണമേ തമ്പുരാൻ. നിന്റെ മഹല് ഫളിലിന് കഴിയാത്ത കാര്യം ഇല്ലല്ലോ. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ തമ്പുരാൻ. സ്വർഗത്തിലാക്കണമേ പഠിച്ചോനെ. അല്ലാഹുവേ, ഖാലിഖേ, റാസിഖേ, നീ ഒഴിവാക്കരുതേ തമ്പുരാൻ. ലത്തീഫേ, ഖബീറേ, അല്ലാഹുവേ സാഹിബുൽ ദുൽ ജലാലി വൽ ഇക്റാമേ, ഞങ്ങളെ ഒഴിവാക്കരുതേ തമ്പുരാനെ. ദുൽ അർശേ അൽ മജീദേ ഫആലുൽ ലിമാ യുരീദേ, നീ ഞങ്ങളെ ഒഴിവാക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നാലും അല്ലാഹുവേ, നീ റബ്ബാൻ. പുറത്ത് തന്നിട്ടില്ലെങ്കിലും നീ റബ്ബാൻ. പക്ഷേ പുറത്തു തരൽ ഞങ്ങളുടെ പ്രതീക്ഷയും നിന്റെ പ്രവർത്തനവുമാണ്. നീ പുറത്തു തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്താൻ നിന്നോട് ചോദിക്കാൻ ആളുകളില്ല. നീ പൊറുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈ ലോകത്തെ സൗകര്യവും തരണമേ തമ്പുരാനെ. സുഭിക്ഷതയും റാഹത്തും എല്ലാം നൽകണമേ റബ്ബേ. കച്ചവടത്തിലും കൃഷിയിലും ബറക്കത്ത് ചെയ്യണമേ തമ്പുരാൻ. ദീനിയായ സംരംഭങ്ങളോട് സഹകരിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ നീ സഹകരിക്കണമേ തമ്പുരാനെ. അവരൊക്കെ നീ സഹകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ദീനിയായ സ്ഥാപനത്തിന് വേണ്ടി ധനം വാങ്ങിക്കൊടുക്കുക, സൗകര്യം വാങ്ങിക്കൊടുക്കുക. എല്ലാവരും തൗഫീഖ് ചെയ്യണമേ തമ്പുരാനെ. പിന്നെയും ഒരു 38 സെന്റ് ഇവിടെ കിട്ടിയ ആളുകളെ പറ്റി ഇവിടെ പേര് വായിച്ചു. പഠിച്ചോനെ, അവർക്കൊക്കെയും ദുന്യാവും ആഖിറവും പകരം കൊടുക്കണമേ തമ്പുരാനെ. സ്വതക്കകളെ സ്വീകരിക്കണമേ റബ്ബേ. എല്ലാവരും സ്വീകരിക്കണമേ റബ്ബേ. നാളെ നിന്റെ സമുദായത്തിന്റെ കാര്യം ആര് നോക്കി, നിന്റെ ദീനിന്റെ കാര്യം ആര് നോക്കി? ഇങ്ങോട്ട് വരൂ, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഹബീബ് വിളിക്കണ നേരത്ത് ഞങ്ങളെ പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളെ കൂട്ടത്തിൽ പെടുത്തണമേ റബ്ബേ. റബ്ബേ റഹ്മാനെ, ആകാശത്തെ നക്ഷത്രങ്ങളെക്കാൾ കൂടുതലുള്ള ആ പാത്രങ്ങളുള്ള ആ കൗസറിൽ നിന്ന് ഞങ്ങൾക്ക് നീ കുടിപ്പിക്കണമേ തമ്പുരാനെ. ഈ ലോകത്തും ഞങ്ങളെ ഉഷാറാക്കണമേ റബ്ബേ. പക്ഷേ നിന്നെ മതിമറക്കുന്ന ഒന്നും നീ ഞങ്ങൾക്ക് നൽകരുതേ തമ്പുരാന്. നിന്നെ മറക്കണ ധനമോ ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. നിന്നെ മറക്കുന്ന വീടോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. ഞങ്ങൾക്ക് എത്ര സൗകര്യം ഉണ്ടെങ്കിലും അതിനേക്കാളും നിന്നെപ്പറ്റി പേടിയും ദിക്റും നിലനിർത്തുന്ന സ്ഥാപനങ്ങളും ധനങ്ങളും എല്ലാം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെക്കാൾ ഉഷാറാകണമേ റബ്ബേ. ഞങ്ങൾ ഭാര്യമാർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നവരുമാകണമേ തമ്പുരാനെ. ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് സഹായികളും ദീനിന്റെ സഹായികളും ആക്കണമേ തമ്പുരാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തണമേ തമ്പുരാനെ. ഞങ്ങളെ ആലിമീങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണമേ തമ്പുരാനെ. സയ്യിദന്മാർക്കും ദീർഘായുസ് കൊടുക്കണമേ തമ്പുരാനെ.
സമുദായത്തിൽ നന്മ ഉണ്ടാകണമേ തമ്പുരാനെ. ഇനിയും ഒരു പൊട്ടലും ചീറ്റലും പിളർപ്പും പാർട്ടികൾ ഉണ്ടായി സമുദായം ചിന്ന ഭിന്നായി മുസ്ലിം സംഘശക്തി തകർന്നു പോകരുതേ തമ്പുരാനെ. മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലാണ് എന്ന് പത്രങ്ങളിൽ കണ്ടു. ഉണ്ണിയാലിങ്ങൾ അവിടെ ഇവിടെ മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലാണ് എന്ന് പത്രങ്ങളിൽ കണ്ടിട്ട് അതുകൊണ്ട് ചിരിക്കണ ഒരു ജനത ഇവിടെ ഉണ്ട്. പഠിച്ചോനെ, അവർക്ക് സന്തോഷം ഉണ്ടാവണ ഒരു അക്രമം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകരുതേ തമ്പുരാനെ. എന്തൊക്കെ അഭിപ്രായക്കേടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണെന്നും ഹബീബിന്റെ അനുയായികളാണെന്നും അള്ളാന്റെ ഇബാദു മുക്രമൂനാണെന്നും മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും തമ്മിൽ തല്ലാതെ യോജിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകണമേ തമ്പുരാനെ. ഗ്രൂപ്പ് പാർട്ടി ഇതൊക്കെ ഇല്ലാതെ അടിസ്ഥാന സുന്നത്യമായത്തിലും ദീനിലും ഒക്കെ യോജിച്ച് അതിൽ മുന്നോട്ട് പോയി മരിക്കാനുള്ള ഭാഗ്യം തരണമേ തമ്പുരാനെ. അള്ളാഹുവേ, സമുദായത്തിലൊരു പൊട്ടലോ ചീറ്റലോ പിളർപ്പോ ഉണ്ടാകാൻ ഞങ്ങൾ കാരണമാകരുതേ റബ്ബേ. അള്ളാഹുവേ, അതിന് ഞങ്ങൾ കാരണമാകരുതേ തമ്പുരാനെ. സമുദായത്തിന്റെ ശത്രുക്കൾക്ക് ചിരിക്കാൻ ഞങ്ങൾ വേദിയാകരുതേ റബ്ബേ. നീ ഞങ്ങളെ നന്നാക്കണമേ തമ്പുരാനെ. കുടുംബത്തെയും നന്നാക്കണമേ റബ്ബേ. ഞങ്ങളെ രോഗത്തെ ശിഫയാക്കണമേ റബ്ബേ. ചിക്കൻ ഗുനിയ പോലത്തെ രോഗം കൊണ്ട് ഹിന്ദുക്കളടക്കം പലരും മരിച്ചുപോയി. പടച്ചോനെ, അവർക്ക് നീ ശിഫ കൊടുക്കണമേ തമ്പുരാനെ. ആരുണ്ടെങ്കിലും ശിഫ കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, പല കുടുംബങ്ങളും മരിച്ചുപോയി. ഇനി അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാകരുതേ തമ്പുരാനെ. ഇനി ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈ രോഗത്തിന്റെ മേൽ മരിക്കരുതേ തമ്പുരാനെ. എല്ലാവരും കാക്കണമേ തമ്പുരാൻ. എല്ലാവർക്കും ഹിദായത്തും കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ക്യാൻസർ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവാം, ഈ കൂട്ടത്തിലുണ്ടാകാം, പലരും ഉണ്ട്. നീ ശിഫ നൽകണമേ റബ്ബേ. പേടിക്കപ്പെടേണ്ട രോഗങ്ങളൊക്കെ കാക്കണമേ റബ്ബേ. അള്ളാഹുവേ, നിന്റെ ഹൈഫുൽ ഹിമാനത്തിലാക്കണമേ റബ്ബേ. രക്ഷപ്പെടുത്തണമേ റബ്ബേ. സ്വർഗം തരണമേ റബ്ബേ. സാബില്ലാതെ തരണമേ റബ്ബേ. ഹബീബിന്റെ കൂടെ തരണമേ റബ്ബേ. ഉമ്മ ഉപ്പ ജേട്ടൻ അഞ്ചൻ വല്യപ്പ വല്യമ്മ ഉസ്താദുമാർക്കൊക്കെ പൊറുക്കണമേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞ കാര്യവും ഞങ്ങൾ പറയാൻ മറന്നുപോയ കാര്യവും ഒക്കെ തരണമേ തമ്പുരാനെ. ഞങ്ങൾ പേടിച്ച കാര്യവും പേടിക്കേണ്ട കാര്യവും ഒക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കി തരണമേ റബ്ബേ. ഈ രാത്രിയും ഈ ആഴ്ചകളിലും ഒക്കെയായി ലോകത്തെവിടെയും മുഅ്മിനീങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അവർക്ക് കൊടുക്കണ കൂലി ഞങ്ങൾക്കും തരണമേ റബ്ബേ. ഞങ്ങളെ കൂലിയിൽ അവരെയും ചേർക്കണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار توفنا مسلمين وألحقنا بالصالحين بفضل صلى الله على محمد صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.